Cutie, the beauty soap top singer, powered by iTex Dazzler Luminous Liquid Makeup and Eastern. Health partner, Lion Kashmir Honey. ചിരിയിലും ചിന്തയിലും പാട്ടുകളുടെ ഈ പൂമുഖത്ത് പുഞ്ചിരിയുമായി എത്തുന്ന നമ്മുടെ സ്വന്തം ജഡ്ജസ്. സ്വാഗതം സ്വാഗതം സ്വാഗതം. വെൽക്കം ടു ദി ഷോ. സ്വാഗതം. സൂപ്പർ. പിഷാരി ആ തോടിയിലൊരു സ്വാഗതം കൊടുക്കൂ. ആ തോടി രാഗത്തിലൊരു സ്വാഗതം കൊടുക്കൂ. തോടി രാഗം ഒന്ന് വിസ്തരിച്ചു തന്നെ. സ്വാഗതം സ്വാഗതം. എങ്ങനെയോ A one and only Flowers Top Band. Welcome to the show. ആദ്യത്തെ പെർഫോമൻസ് ആദിത്യൻ. എന്താണ് മൊത്തത്തിലൊരു ബ്ലൂ മയം? പ്ലാൻ ചെയ്തിട്ടാണോ? അല്ല, പെർഫോമൻസിന് വേണ്ടി ഇട്ടതാണ്. അല്ല, എനിക്ക് ഫേവറേറ്റ് റൗണ്ട്. ഫേവറേറ്റ് റൗണ്ട് ആണ്. ഫേവറേറ്റ് റൗണ്ടിലെ ഫേവറേറ്റ് സോങ് ആണ് പാടാൻ പോകുന്നത്. ഏതാണ് ഫേവറേറ്റ് സോങ്? ശ്യാമാംബരം. ഫേവറേറ്റ് റൗണ്ടിൽ ഈ പാട്ടിൻ്റെ ഫേവറേറ്റ് ആയി മാറാൻ കാരണം ഈ പാട്ടിലെ ചെറിയ ചെറിയ സീനുകളാണ്. അതിൽ മമ്മൂക്ക കുട്ടികൾക്ക് ചെറിയ ചെറിയ സ്വീറ്റ്സ് കൊടുക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ഗ്രൂമിങ് സെക്ഷനിലൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ട് പാടും. ശ്യാമാംബരം അല്ലേ? നീളേ മണിമുകിലിൻ ഉള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്. ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്. താങ്ക് യു സർ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? പിന്നെന്താ, പാടിക്കോടെ, കോൺഫിഡന്റ് ആയിട്ട് പാട്. ഓൾ ദി ബെസ്റ്റ് ആദിത്യൻ. താങ്ക് യു. ശ്രുതി ഒരു സെക്കൻഡ് സൈലൻസ്. ആദ്യം പാടുമ്പോൾ അത് കട്ട് ചെയ്ത് പാടും. ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും, അങ്ങനെ പാടാം. സെക്കൻഡ് ടൈം ദൂരെ കണ്ട് കണ്ടാൽ. അപ്പോൾ രണ്ട് വേരിയേഷൻസ് ആണ്. ഒന്ന് കട്ട് ചെയ്ത് പാടുന്നു, അടുത്തത് സസ്റ്റെയിൻ ചെയ്ത് പാടുന്നു. ഓക്കെ, അങ്ങനെ പാടുന്നു. എന്താ തുടങ്ങുന്നത് അനുപല്ലവി? സായന്തനത്തിൻ്റെ കണ്ണിൽ, സായന്തനത്തിൻ്റെ കണ്ണിൽ, സായന്തനത്തിൻ്റെ കണ്ണിൽ. ഓക്കെ, 1 2 1 2 3 4. തിങ്കൾ കലമാനോടുമ്പോ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്.
ശ്രുതിസാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതോ സുവർണ്ണ താരകം സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതോ സുവർണ്ണ താരകം സ്വർഗവാതിൽ കിളി തേടി തീരാത്തേൻ മൊഴികൾ നാദം നാദം മൃദുവായി പൊഴിയും നിലവിൽ പോലും മെല്ലെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത മെല്ലെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത ശ്യാമാംബരം ചിത്രാങ്കണത്തിലെ കാവിൽ പൊന്നാളമാടി നിന്നു കാടാറുമാസ പൊരുളിലും നാടാറുമാസമായി ചിത്രാങ്കണത്തിലെ കാവിൽ പൊന്നാളമാടി നിന്നു കാടാറുമാസ പൊരുളിലും നാടാറുമാസമായി പുതുമിന്നൽ കൈവള ചാർത്തി രാഗോന്മാദിനികൾ നാദം നാദം സുരധി മന്ത്രം തെളിയും പോലെ അരികെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത അരികെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല് ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല് ശ്യാമാംബരം സൂപ്പർ മതി, സൂപ്പർ. അതിൽ എന്ത് രസമായിട്ടാ പാടിയത്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? പറയാതിരിക്കാൻ വേണ്ടി എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. താങ്ക് യു സർ. പെട്ടെന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. കാരണം ജോൺസൺ മാസ്റ്റർ പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഓടി വന്ന് മോനെ കെട്ടിപ്പിടിച്ച് നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. മോനെ കണ്ണുപെടാണ്ടിരിക്കട്ടെ, അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എത്ര രസമായിട്ടാണ്, എത്ര രസമായിട്ട്. താങ്ക് യു സർ. നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോ പല സ്ഥലങ്ങളും ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് ഒരു സ്റ്റേജ്. ദൂരെ കണ്ടു കണ്ടാൽ ഈ പാട്ടില് ചന്ദ്രകാന്ത
സോളോ വയലിൻ വായിച്ചിരിക്കുന്നത് ഞാൻ ഏറെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദി ഗ്രേറ്റ് മ്യൂസീഷ്യൻ രാമചന്ദ്രൻ ചേട്ടനാണ്. രാമചന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ പാലക്കാടുണ്ട്. അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലാണ്. ഞാൻ ഏകദേശം 1 മാസം മുമ്പേ അദ്ദേഹത്തിനെ നേരിട്ട് പോയി കണ്ടിരുന്നു. എൻ്റെയും ഒരുപാട് കോമ്പോസിഷൻസ്, ഒരുപാട് സിനിമകൾ, 80 സിനിമകൾ കൂടുതൽ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ രാമചന്ദ്രൻ ചേട്ടന് ഒരു നമസ്കാരം ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ശരിക്കും ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും വളരെ ഇമോഷണലായി പോയി സത്യം പറഞ്ഞ ഈ പാട്ട് കേട്ടിട്ട്. ഒരു ദ ഐസിങ് ഓൺ ദ കേക്ക്, ആ കേക്കിന്റെ മേളിലുള്ള ഐസിങ് എന്ന് പറയുന്നത് മോനെ ആ വേരിയേഷൻസ്, ഇതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ഈ പാട്ടിൽ. ഒന്നാമത് ചരണം പോകുന്നത് വേറെ ശ്രുതിയിലാണ്, വേറെ മോഡുലേഷനിലാണ്. ആ മോഡുലേഷനും തിരിച്ച് നമ്മൾ പല്ലവിയിലേക്ക് വരുമ്പോൾ തിരിച്ച് പഴയ ശ്രുതിയിൽ വരികയാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ മെത്തേഡ് ശരിക്ക് ജോൺ ചേട്ടൻ ഈ പാട്ടിൽ അവലംബിച്ചിട്ടുണ്ട്. അത് മോന് കുറച്ചും കൂടെ മ്യൂസിക് പഠിക്കുമ്പോൾ മോനത് മനസ്സിലാവും. അത് മനസ്സിലായിട്ടില്ല, പക്ഷെ ആ മനസ്സിലാവാതെയും ഇത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അത് കോർത്ത് ഇണക്കി എന്നുള്ളത് അതൊരു സൂപ്പറായിട്ടുള്ള സംഭവമാണ് മോനെ. അവിടെയാണ് ടാലൻറ്റിൻ്റെ. ടാലൻറ്റ് പോലെ വേറെ ഒന്നുമില്ല. ടാലൻറ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, ടാലൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ മോന് എല്ലാം ഉണ്ട്. ഓക്കെ, നന്നായിരിക്കട്ടെ, നന്നായിട്ട് പാടി വരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും. താങ്ക് യു സർ. ആദിത്യ ചക്കരമുത്തേ, എന്താ പറയുക, ഇനി എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോവുകയുള്ളൂ. ഈ പാട്ട് കൊണ്ട് ആദിത്യന് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഇത് കേട്ടോണ്ടിരിക്കുമ്പം അതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ വാക്കുകളില്ല. അത്ര സന്തോഷമായിരുന്നു കേൾക്കുമ്പോൾ. ഓരോ വരി കഴിയുമ്പോഴും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സന്തോഷം ശരിക്കും വരികയായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിവിടെ കിടന്നിട്ട് എക്സൈറ്റഡ് ആയിട്ട് മത്സരമാണെന്നുള്ളതോ ആദ്യത്തിനോട് പാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതോ അതൊക്കെ മറന്നുപോയി. അത്ര മനോഹരമായിട്ടാണ് പാടിയത്. ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് ഉള്ളത് അല്ലേ എസ്തർ? ഓരോരുത്തർ വന്ന് പാടുമ്പോഴും അത് ആലോചിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ സീതാലക്ഷ്മി വന്ന് പാടി, ഇപ്പം ആദ്യത്തെയും പാടിയപ്പോഴും എനിക്ക് അതാ തോന്നിയത്. പ്യോർ മ്യൂസിക് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ മാതിരി വേറെ ഒന്നും വേണ്ട. ആദ്യത്തിന് ഇങ്ങനെ പോയി നിന്ന് അങ്ങനെ പാടിയാൽ മതി ഒരു സ്ഥലത്ത്. അതിലും വലിയൊരു എന്താ പറയുക, അതിലും വലിയൊരു അട്രാക്ഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല അല്ലേ? വെരി ഗുഡ്, വെരി 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 ഗുഡ്. എപ്പോഴും ഇങ്ങനെ തന്നെ പാടാൻ പറ്റട്ടെ ആദ്യത്തിന്. ഈ പ്രാവശ്യം പാടിയ സമയത്ത് വരികളുടെ അകത്തുള്ള എക്സ്പ്രഷൻ ആണെങ്കിലും ശരി, സംഗതികളാണെങ്കിലും ശരി, ഒക്കെ ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് വന്ന് വീഴുമായിരുന്നു ഓരോ സ്ഥലത്തും. നല്ല സന്തോഷം തോന്നണില്ലേ പാടി കഴിഞ്ഞിട്ട്? അത് ആദ്യത്തിൻ്റെ മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു ഫോർ എവർ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു പൊന്നു മുത്ത് പോലത്തെ ഒരു കുട്ടി വീട്ടിലുള്ളത്. ഈ പണ്ടുള്ള ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെറിയ വായിൽ വലിയ വർത്താനം പറയാന്ന് പറയും. നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ യോഗം നടക്കുമ്പോൾ നമ്മൾ ചെറിയ പിള്ളേരും എന്തെങ്കിലും അഭിപ്രായം നീ മിണ്ടാരി, ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സത്യത്തിൽ എല്ലാം ചെറിയ വായാണ്, വലിയ പാട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറയേണ്ടെന്ന് പറയാൻ ആർക്കും പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഓരോ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു അനുഭവം തന്നെയാണ്. ചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ പാട്ടുകളുടെയൊക്കെ ഒരു വലിപ്പവും ഇതിനകത്തുള്ള ഈ ടെക്നിക്കാലിറ്റീസും ഇതിൻ്റെ സംഗതികൾ, ഇത് ആര് പാടി, ഏത് കാലത്ത് പാടി, ആരഭിനയിച്ചു, ഈ പാട്ടിനെ ജനങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കുറച്ചുകൂടെ ലെവലിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചു പോകും നമ്മൾ. ഇപ്പം നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പാടുന്നത്. അറിയാഞ്ഞിട്ട് ഇത് പാടാൻ പറ്റുന്നത് ജന്മന അതിനുള്ളൊരു നല്ല ശേഷി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ദൈവം നല്ലോണം അനുഗ്രഹിച്ചിട്ടുള്ളൊരു പാട്ടുകാരനാണ്. കൺഗ്രാജുലേഷൻസ്. പിന്നെ പരിപാടിയെ പറ്റി പറയുമ്പം നമ്മളിപ്പം വയലിനെ പറ്റി എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, നമ്മുടെ മൊത്തത്തിലുള്ള എല്ലായിടത്തും ഇല്ലെങ്കിലും നമ്മുടെ ടോട്ടൽ അവാർഡ് നൈറ്റുകളിലൊക്കെ ഒരു 70% അവാർഡ് നൈറ്റുകളിൽ നിന്നും സ്റ്റേജിൽ നിന്നും വളരെ ബോധപൂർവം എടുത്ത് മാറ്റപ്പെട്ടിട്ടുള്ളൊരു വിഭാഗമാണ് ഓർക്കസ്ട്ര ടീം എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ഇരുത്തിയാൽ തന്നെ അവരുടെ മേത്ത് ലൈറ്റ് ഉണ്ടാവില്ല. ഇനി രണ്ടും അല്ലെങ്കിൽ സ്റ്റേജിന്റെ മുന്നിൽ ഒരു ചെറിയ കുഴി പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചിരുത്തുക തുടങ്ങിയ പരിപാടികളാണ് കാലാകാലങ്ങളായിട്ട് നടന്നത്. പക്ഷേ ഈ പരിപാടിയിൽ നമ്മുടെ ഓർക്കസ്ട്ര ടീമിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഈ പരിപാടിയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരെ അത് ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ആദിത്യൻ, എനിക്ക് ആദ്യം ഒന്നും പറയാൻ പറ്റിയില്ല കേട്ടോ. കാരണം ആ പാട്ടിങ്ങനെ തീർന്ന ഉടനെ ഞാൻ സംസാരിച്ചതെന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ആദ്യം പാടിയതും അതുപോലെ തന്നെ ഓർക്കസ്ട്ര വായിച്ചതും ഒക്കെ അതിന് അസലായിട്ട് പാടി. അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യനാണ്. കാരണം അസലായിട്ട് പാടി. പിന്നെ ഓർക്കസ്ട്ര ഇതെല്ലാം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ജോൺ സെറ്റിനെ ആലോചിച്ചു. അതാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാതായിപ്പോയത്. കാരണം വെച്ചാൽ ഒരുപാട് പിന്നെ ആത്മബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാനും ജോൺ സെറ്റിനായിട്ട്. അപ്പം എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ജോൺ ചേട്ടന് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സ്ട്രിക്ട്നെസ് ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തമാശയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ ജോൺ ചേട്ടൻ ഒരുപാട് കഥകൾ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നെ പഠിപ്പിക്കുന്നതൊക്കെ പെട്ടെന്ന് ഓർമ്മ. ഒത്തിരി പാട്ടുണ്ടേ. അപ്പോൾ കുട്ടാന്നാണ് വിളിക്കുന്നത്. കുട്ടാ എടാ നീ ഇങ്ങനെ പാട് ഇതാണ് ഓക്കെ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ ഒരു അശരീരി പോലെ വന്നു. ജോൺ ചേട്ടന് പ്രണാമം. മോന് അസലായിട്ട് പാടി. ഇതുപോലെ തന്നെ നല്ല സെലക്ഷൻ. ഇതുപോലെ തന്നെ അസലായിട്ട് വീണ്ടും പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ആദിത്യ, ഗ്രേഡ് ചോദിക്കാം. എൻ്റെ മനസ്സിൽ ഒരൊറ്റ ഗ്രേഡേ ഉള്ളൂ. സിത്തുവിനും അങ്ങനെയല്ലേ? ഒറ്റ ഗ്രേഡേ ഉള്ളൂ. വിഷുവിനും അങ്ങനെയല്ലേ? ഉറപ്പായിട്ടും ഒരൊറ്റ ഗ്രേഡേ ഉള്ളൂ. ചേട്ടൻ്റെ മനസ്സിലും ഒരൊറ്റ ഗ്രേഡേ ഉള്ളൂ. അത് ടോപ്പാണ്. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A top. താങ്ക് യു സർ. ആദിത്യൻ, എന്തോ MG സാറിന്റെ വരെ കണ്ണ് നിറയിച്ച പെർഫോമൻസും ഉണ്ട്. അതെ. ഇനി ഇങ്ങനത്തെ നല്ല പെർഫോമൻസ് ഞങ്ങൾക്ക് തരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പെർഫോം ചെയ്യാൻ എത്തുന്നത് ശ്രീഭുവൻ ആണ്. സോ ലെറ്റ് മീ വെൽക്കം ശ്രീഭുവൻ. ഇന്ന് ഞാൻ ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് അഗ്നിദേവൻ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റായ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവൾ എന്ന പാട്ടാണ്. MG ശ്രീകുമാർ സാർ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണിത്. ഗ്രൂമിങ് സെഷനിൽ എനിക്ക് കുറേ കറക്ഷൻസ് കിട്ടിയിരുന്നു. പാട്ടിന് കുറച്ചും കൂടി ഫീൽ കൊടുക്കാനും സംഗതികളിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താനും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ ഞാനിന്ന് പാടാൻ പോവുകയാണ്. എനിക്ക് പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും. നോണക്കുഴി ഉണ്ടല്ലേ ചെറുതായിട്ട്? നീ നോണ പറയോ? ഇല്ല. ഇല്ല. അത് ഞാൻ ചോദിച്ചു നോക്കുന്നുണ്ട് അമ്മയടുത്ത്. നോണക്കുഴി ഉള്ളവർ സാധാരണ നോണ പറയും. എനിക്ക് നോണക്കുഴി ഉണ്ട്, പക്ഷെ ഞാൻ നോണ പറയാറില്ല. അതൊക്കെ പക്ഷെ അതെന്താ അങ്ങനെ? എന്ത് നോണ പറയാത്തോ? എടാ, പെൺകുട്ടികൾക്ക് നോണക്കുഴി ഉണ്ടെങ്കിൽ അവർ നോണ പറയില്ല. ആൺകുട്ടികൾക്ക് നോണക്കുഴി ഉണ്ടെങ്കിൽ അവർ നോണ പറയും. അതെന്താ ആൺകുട്ടികൾക്ക് മാത്രം പ്രത്യേകം? അതങ്ങനെയാണ്. പോട്ടെ, നീ ഏത് പാട്ടാ പാടുന്നത്? ഞാൻ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ. സൂപ്പർ പാടല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല
ഏകപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ പൊറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. തങ്കമുരുകും നിന്റെ മേത്തകിടിൽ ഞാനെൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും കുഞ്ഞുമൺ വിളക്കിൽ വീണ്ടും വിങ്ങുമൻ അഭിലാഷത്താലെണ്ണ പകരുമ്പോൾ തെച്ചിപ്പൂഞ്ചോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോൾ എന്തിനീ നാണം തേനിളം നാണം നിലാവിൻ്റെ നീലഭസ്മ പൊറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. മേടമാസ ചൂടിലെ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോൾ കുഞ്ഞുകാറ്റിൽ ലോലമാ കുസൃതി കൈകൾ നിന്റെ ഓമൽ പാവാട തുമ്പുലയ്ക്കുമ്പോൾ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പുവായി തുള്ളുമ്പോൾ നീ എനിക്കല്ലേ നിൻ പാട്ടെനിക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മ പൊറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏകപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം Thank you, sir. ശ്രീഭുവൻ, യെസ് ശ്രീഭുവന്റെ ചിരി പോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടൊരു പാട്ട്. എങ്ങനെയുണ്ടായി പാടി കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? ആ നല്ലൊരു എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജഡ്ജസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ പാടിയ പാട്ട് കൊണ്ട് പറയുന്നുണ്ട്. കാരണം പാട്ട് കൃത്യമായിട്ട് പാടിയാൽ മാത്രമേ ഇവിടെ കൂട്ടിന് നമ്മളും ഞങ്ങളുടെ പാട്ട് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷേ ഇത് മോന് അസാധ്യമായിട്ട് വലിയൊരു കാര്യം. അതായത് എല്ലാ പോയിന്റ്സും അതിനകത്ത് എന്തൊക്കെ പാടിയിട്ടുണ്ടോ അതിൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ മോൻ ആ സംഗതികളും ബാക്കിയല്ല. ഒരു ചഞ്ചക്കം താനി താനാനി താനിന്ന താനിന്ന അവിടെ താനാ എന്നൊരു ഗ്ലൈഡ് വന്നു. അവിടെ സ്ട്രെയിറ്റ് നോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഒരു വലിയ വിഷയമല്ല. നാനെന്നാനാന് അത് നാനെന്നാനാനിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണോ അത്രേ ഉള്ളൂ. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് പാടി. ഇറ്റ് വാസ് മെലോഡിയസ്. കാരണം വളരെ ഭംഗിയായിട്ട് പാടി എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ തോന്നിയത്. പിന്നെ പാട്ട് മോൻ നന്നായിട്ട് പാടുമെന്നുള്ള കാര്യം അറിയാം. അതിനുപരിയുള്ള കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. മോൻ ആലത്തൂർ BSS ഗുരുകുലം സ്കൂളിൽ
അല്ലേ പഠിക്കുന്നത്? എങ്ങനെയുണ്ട് അവിടെ? എല്ലാവരും ഹാപ്പിയാണോ? ആ, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും സപ്പോർട്ടീവാണ്, പ്രിൻസിപ്പാൾ സാറും. പിന്നെ പഠിച്ച് ക്ലാസ്സിൽ പോയില്ലെങ്കിലും വീട്ടിൽ വന്ന് പഠിപ്പിക്കും അല്ലേ? ആ, വീട്ടിൽ വന്ന് സുഖമായിട്ട് പഠിപ്പിച്ച് അപ്പോൾ രണ്ടും പാട്ടും പഠിത്തവും എല്ലാം ഒരുപോലെ പോകാൻ സാധിക്കും. ആ, യെസ്. അത് വളരെ നല്ല കാര്യമാണ്. ഈ ആലത്തൂറും ആലത്തിയൂരും തമ്മിൽ വ്യത്യാസമുണ്ട്, അറിയോ? ആലത്തിയൂർ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്, പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. അവിടെ വലിയ പ്രസിദ്ധമാണ്. കാരണം അവിടെ അതാ പേടി വരുമ്പോഴത്തേക്ക്, കുട്ടികൾക്ക് പേടി വരുമ്പോഴത്തേക്ക് നമ്മളൊരു മന്ത്രം ജപിക്കും. ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാട്ടരുതേ, പേടി സ്വപ്നം കാണിച്ചാൽ വാലിട്ടടിച്ചുണത്തനമേ. ആ, അച്ഛനടുത്ത് പോയി ചോദിക്കണം കേട്ടോ. ആ, ഇങ്ങനൊരു മന്ത്രമുണ്ട്. കാരണം അത് ജപിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണത്തില്ല, പേടി സ്വപ്നം കാണത്തില്ല. ആ. കൊച്ചു കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം മോനും അത് ജപിച്ചോളൂ. കാരണം വേറൊന്നുമല്ല, മോന് പിന്നെ പേടി വരത്തില്ല. മോൻ കിടന്ന് വിടുക്കാറൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നിന്ന് കിട്ടും. ഓക്കെ, നീ കിടന്നു പിള്ളാറുണ്ടോ? ഇല്ല. എന്താ ഒരു ആലോചന? ഇല്ല. ഉണ്ട്. ഇല്ല. നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. നിന്റെ മുഖം കണ്ടാൽ നീ രാത്രിയിൽ ഇതുപോലെ ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ വന്ന് നിന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ ഞെക്കുന്ന പോലൊക്കെ ആക്കുമ്പോഴത്തേക്ക് പേടിച്ചിട്ട് നീ മൂത്രം ഒഴിക്കാറുണ്ട്. ഇല്ല. ഉണ്ട്. സാറ് കണ്ടുപിടിച്ചു. നിന്റെ കൂടെ വന്നിരിക്കുന്ന അമ്മയല്ലേ? എൻ്റെ അമ്മയാണ് സത്യം. എന്തായാലും പാട്ട് ഗംഭീരമായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്നിവിടെ വലിയൊരു പ്രത്യേകത ഉണ്ട്. ശ്രീ ഭുവനകുമാര ഇന്ന് ഒരു മീശ നീട്ടി വളർത്തി പേടിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു അമ്മാവനെ കണ്ടോ? അമ്മാവനോ? അമ്മാവനോ? അമ്മാവനല്ല. പിന്നെ ചേട്ടൻ ആ, അല്ലേ? ആ, പിഷു ചേട്ടനെ കണ്ട? പിഷു ചേട്ടൻ. ആ, കണ്ടു. ആ, ചേട്ടനോട് സംസാരിക്കുക. ചേട്ടന് ഇഷ്ടമാണോ? ഓ, ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണോ? ഓ, ഒത്തിരി ഇഷ്ടമാണോ? ഓ, പാലക്കാടാണ്. ഓ പുള്ളിക്ക് ഓയാ. പാലക്കാട് ഓന്ന് പറഞ്ഞാൽ സമ്മതിച്ചു, കോട്ടയത്ത് ഓന്ന് പറഞ്ഞാൽ പുച്ചുവാ. എന്തു പറ്റി? എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്. ആദ്യം ചേട്ടന്റെ മാർക്കും പരിപാടികളും കഴിയട്ടെ. കഴിഞ്ഞോ? ഇത് ഇവിടുന്ന് പോട്ടെ. ആ, സാർ വെജിറ്റേറിയൻ അല്ലേ? മാർക്ക് മേടിക്കുക, അപ്പൊ ചോദ്യമൊക്കെ തന്നെ ദഹിച്ചു പോകും. വെജിറ്റേറിയൻ അവിടെ നിൽക്കട്ടെ. എന്റെ ഭുവനകുമാര എന്തോ? മകനെ, എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്നറിയോ? എന്താ? നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവനെ. നിന്നെ പറ്റിയ പാടണം കേട്ടോ. ആ, എത്ര നന്നായി പാടി നീ എൻ്റെ പൊന്നു മകനല്ലേ. താങ്ക് യു സർ. ആഹാ, നമ്മളെപ്പോഴാണ് ആഹാ എന്ന് പറഞ്ഞു വന്ന്? നമുക്കറിയാതെ മോൻ പാടിയ പാട്ട് എന്നെ പാട്ടിലാക്കുമ്പോഴാണ് ഞാൻ ആഹാ എന്ന് പറയുന്നത് അല്ലേ? ആ, അതെ. അത് ഒരു നല്ലൊരു കുളിർമഴ വരുമ്പോഴത്തേക്കും നമ്മൾ ആഹാ എന്ന് പറയും. അതുപോലെയാണ് പാട്ട് പാടി നമ്മളെ കൊണ്ട് ആഹാ എന്ന് പറയുന്ന ആളാണ് ശരിക്കുള്ള പാട്ടുകാരൻ. അപ്പൊ മോനാരാണ്? ശരിക്കുള്ള പാട്ടുകാരനാണ്, ദ റിയൽ സിംഗർ. താങ്ക് യു സർ. ഇവിടെ പരന്നത് നിലാവാണ്. എന്തൊരു നിലാവെന്ന് പറഞ്ഞാൽ ടാലന്റിനെ നമ്മൾ ചന്ദ്രനോട് ഉപമിക്കുകയാണെങ്കിൽ, ചന്ദ്രൻ അല്ലേ, ഒരു പൗർണമി ദിവസത്തെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് മൊത്തം അത്രയും പ്രഭവമുള്ള ചന്ദ്രനാണ്. അതാണ് ടാലന്റ്. അങ്ങനെ ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ചന്ദ്രന്റെ നിലാവ് ഇവിടെ നമ്മളിൽ പകരുള്ളൂ. അപ്പൊ മോന്റെ ടാലന്റാണ് ആ ചന്ദ്രൻ. അവിടെ നിന്ന് ഇങ്ങനെ നിലാവ് പരന്നുകൊണ്ട് ഇവിടെ ഇരുന്നു. ഇവിടെ എത്ര ആ നിലാവ് നമ്മളെല്ലാം ആഘോഷിച്ചു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു 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 ഏരിയ എന്ന് പറഞ്ഞാൽ ആ ശ്രുതി ചേർത്ത് നിലാവിന്റെ എന്ന് പാടിയില്ലേ? എങ്ങനെയാ? നിലാവിന്റെ നീലഭസ്മ, അങ്ങനെ പാടിയില്ലേ? അത് പാടിക്കേ ഒന്നൂടെ. ശ്രുതി അങ്ങനെ ചേർന്ന് അലിഞ്ഞ്. ശ്രീമാരേട്ടൻ അങ്ങനെയാണ് പാട്ടിൽ അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. ഈ പാട്ടില് അതിന്റെ സംഗീതം രാധാകൃഷ്ണൻ ചേട്ടനെ ഓർക്കുന്നു, അതുപോലെ ഇത് എഴുതിയ ഗിരീഷ് ചേട്ടനെ ഓർക്കുന്നു, ഓഫ്കോഴ്സ് MG അണ്ണൻ ഇവിടെ തന്നെ ഉണ്ട്, അതുപോലെ ഇത് ഡയറക്റ്റ് ചെയ്ത് വേണു നാഗവള്ളി ചേട്ടനെ ഓർക്കുന്നു. അങ്ങനെ ഒരു ഗ്രേറ്റ് ടീമിന്റെ എഫേർട്ടാണ് ഈ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ വെരി നൈസ് സെലക്ഷൻ. ഈ സോങ് സെലക്ട് ചെയ്തതിന് ഒരു നല്ല കൈയടി കൊടുക്കണം. താങ്ക് യു സർ. അപ്പോൾ ഇങ്ങനത്തെ ബ്രില്യൻറ്റ് പെർഫോമൻസസുമായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ശ്രീ ഭുവനകുമാര വീണ്ടും വീണ്ടും വരിക. യെസ്, വരാം. താങ്ക് യു സർ. ശ്രീ
സാറിപ്പോൾ പറഞ്ഞ പോലെയാണ് ഈ സെലക്ഷനിൽ കിട്ടിയ ഒരു വലിയ മാർക്ക്. കാരണം ഈ പാട്ട് ഇഷ്ടമില്ലാത്ത ഒരു മലയാളി ഉണ്ടായിരിക്കില്ല. അതിൻ്റെ കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ, വരി എന്നുള്ള രീതിയിൽ, ശ്രീകുമാർ സാറിൻ്റെ ശബ്ദം, പാടിയിട്ടുള്ളത്. ഇപ്പം രമേശ് ചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ശ്രീകുമാർ സാറിൻ്റെ പ്രോഗ്രാംസിൽ ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം US പല വേദികളിലും ഇങ്ങനെ ടൂർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും സാർ ഇങ്ങനെ പല തരത്തിലുള്ള പാട്ടുകൾ ഇങ്ങനെ പാടുകയാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ, സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ. അതിനിടയിൽ ആൾക്കാരിങ്ങനെ കൊതിച്ചിരിക്കുന്ന ചില സ്ലോട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ സൂര്യകിരീടം പാടി കേൾക്കാൻ, അല്ലെങ്കിൽ ഈൽ പാട്ട് പാടി കേൾക്കാൻ, നിലാവിൻ്റെ. അത് പാടുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഓരോ ആൾക്കാരും കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ ലയിച്ചിരിക്കുന്നത് കാണാം. അവരുടെ ലോകത്തിലേക്ക് പോകണ മാതിരി. സാറും അങ്ങനെ തന്നെ ഒരു എന്താ പറയുക, നമ്മളൊക്കെ ബാക്ക് സ്റ്റേജിലിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക ഈ പാട്ടൊക്കെ എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു പെർഫോമൻസ്, അങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തോട് കൂടിയിട്ട് പകുതി നീ ആളെ മയക്കി കഴിഞ്ഞു എല്ലാവരും. അത്ര ഭംഗിയായിട്ട് പാടും ചെയ്തു ഭുവനത്. ഭയങ്കര ഇൻവോൾവായി. പറഞ്ഞില്ലേ ഞാനിത്, നമ്മൾ ചില സമയത്ത് മറന്നു പോകും. ചില പാട്ട് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കും. ചെറിയ അവിടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ നമ്മൾ വിട്ടു ഈ സെലക്ഷനിൽ കേട്ടോ. അസലായിട്ട് പാടി മോനെ. ആൻഡ് താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് സോങ്. അടിപൊളി. ഇനിയും ഭംഗിയായിട്ട് ഇനി ആ ചെറിയ സാധനങ്ങളും കൂടി, ആ പ്രശ്നങ്ങളും കൂടി മാറ്റി ഗംഭീരമായിട്ട് പാടട്ടെ. പക്ഷെ അതിനൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് വേറെ ഉണ്ടായിരുന്നു ഈ പാട്ടിൽ പാടിയതിൽ. നല്ല കുട്ടിയാണേ, അസലായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രീ, 2 കയ്യടി ഉണ്ട് ഒരു പാട്ട്. ഒന്ന് പാടിയിട്ടുള്ള കയ്യടി, മറ്റൊന്ന് പാട്ടിനുള്ള കയ്യടി. പാട്ടിനുള്ള കയ്യടി എന്ന് പറയുമ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കയ്യടി ഇരിക്കും. അടുത്ത ഗാനം ഇന്ന ഗാനം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കയ്യടിയും, കഴിയുമ്പോൾ ചിലപ്പോൾ കയ്യടി ഉണ്ടാവില്ല. മറ്റൊന്ന് പാട്ടിനുള്ള കയ്യടി. നമ്മൾ പാടി കഴിയുമ്പോൾ, അനൗൺസ് ചെയ്യുമ്പോൾ ഒരു വേളവും ഇല്ലെങ്കിലും പാടി കഴിയുമ്പം ആൾക്കാർ കയ്യടിക്കും. അത് പാടിയതിനുള്ള കയ്യടിയാണ്. ഇപ്പം ഈ ഒരു പാട്ടിൽ നിങ്ങൾ 2 കയ്യടി ഒന്നിച്ച് മേടിച്ചിരിക്കുകയാണ്. സിതാര പറഞ്ഞ പോലെ നല്ല സെലക്ഷൻ, അത് ഏറ്റവും നന്നായിട്ട് പാടുകയും ചെയ്തു. കാരണം പാട്ടിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാൻ ഞാനില്ല. പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു മ്യൂസിയം വെച്ചുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതൊക്കെ ഇവർ 3 പേരും പാട്ടിനെ പറ്റി കൃത്യമായിട്ട് പറയും. പക്ഷെ ആ സെലക്ഷൻ, ആ ഒരു സമയത്തിറങ്ങിയ കല്യാണ കാസറ്റുകളിൽ മുഴുവൻ മണവാട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നിലാവിന്റെ കുറി തൊട്ടാലും കുറി തൊട്ടില്ലെങ്കിലും എല്ലാം നല്ലൊരു മണവാളിനെ, നല്ലൊരു മണവാട്ടി, നല്ലൊരു ഓഡിറ്റോറിയം കൂടെ കിട്ടിയാൽ പിന്നെ കല്യാണം ഷൂട്ട് ചെയ്യാൻ വന്നവന്റെ പണി പകുതി തീർന്നു പറഞ്ഞതുപോലെ നല്ല പാട്ട് സെലക്ട് ചെയ്തെടുത്തത് തന്നെ പകുതി മാർക്ക് വീണ് കഴിഞ്ഞു. ബാക്കി പകുതി നന്നായിട്ട് പാടുകയും ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിട്ടിരിക്കട്ടെ കേട്ടാ. ഈ MJ അണ്ണൻ പറഞ്ഞ പോലെ പേടി സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇതുവരെ എന്തെങ്കിലും? ഇത്രയും നാട് കാണുന്നില്ല, നീടായിട്ട് MJ അണ്ണനെ കാണുന്നുണ്ടെന്ന് മാർക്ക് ഇടുന്നതായിട്ട് കാണുക. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സന്തോഷം നോക്കണേ. നീ എന്തോ പിന്നെ പിഷാരുടെ അടുത്ത് ചോദിക്കണമെന്നൊക്കെ? എനിക്ക് ചോദിക്കണം. പിഷാരടി മാത്രം ചേട്ടൻ, നമ്മളൊക്കെ അങ്കിളോ? മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. കുഴപ്പമില്ല, മാർക്ക് ഞങ്ങൾ ചെയ്തു. ഗ്രേഡ് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചോളാം. സാർ വെജിറ്റേറിയൻ അല്ലേ? ആയിരുന്നു. കഴിഞ്ഞ ജൂൺ 15 പൊട്ടിച്ചു. സാറ് എവിടെയൊക്കെ പോയിട്ടുണ്ട്? വിദേശ രാജ്യങ്ങള് പ്രോഗ്രാമിന്? കുറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് വേണ്ടി. പോവാത്ത സ്ഥലം ചോദിക്കടാ. കുറെ സ്ഥലത്ത് പരിപാടിക്ക് പോയിട്ടുണ്ട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഏതാ? ഇറ്റാലിയൻ ഫുഡ് ഐറ്റം. ഇറ്റാലിയൻ ഫുഡ് ഐറ്റോ? എനിക്ക് ഇവിടെ തന്നെ ഞാൻ സാധാരണ ചില ഹോട്ടലുകളിൽ അല്ലാതെ നല്ലൊരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത മനുഷ്യനാണ് ഞാൻ. എന്നോട് ഇറ്റാലിയൻ ഒന്നും ചോദിക്കരുത്. ഇറ്റലി പോയാലും ചോറും കായരിശ്ശേരിയും ചെറുപയർ പുഴുക്കും, പിന്നെ അവില് നനച്ച പരിപാടികളൊക്കെ അത്യാവശ്യം നല്ലതാണ്. അവില് നനച്ചിട്ട് പഴമൊക്കെ കൂട്ടിയിട്ട് പിടിച്ചൊരു പിടി പിടിച്ചാണ്ടല്ലോ, അവില് പഴം വീണ് കഴിഞ്ഞാൽ കെൻഡക്കി ചിക്കൻ്റെ ഫിഗറും കിട്ടും. ചെറുതായിട്ട് ദൂരെ നോക്കിയാൽ ഒരു കെൻഡക്കി ചിക്കൻ്റെ ഫീല് കിട്ടും. അത് വെച്ച് നമുക്ക് കഴിക്കാം. അങ്ങനെ ഉള്ളൂ. നിനക്ക് ഏറ്റവും ഇഷ്ടം എന്താ കഴിക്കാൻ? ദോശയും ചമ്മന്തിയും. അമ്മയെ സഹായിക്കാറുണ്ട് അടുക്കളയിൽ എന്തെങ്കിലും? എന്താ സഹായിക്കണത്? ആന്നേ ആണാ? ഈ കഷ്ണമൊക്കെ മുറിക്കുന്നു. പുള്ളി കഷ്ണം മുറിക്കുമെന്ന് വീട്ടില്. സത്യം പറ. സത്യം. ആണ്. നന്നായി കേട്ടോ. അമ്മേനൊക്കെ ഇടയ്ക്ക് സഹായിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഗംഭീര പാട്ടായിരുന്നു, എല്ലാം ഗംഭീരായി. ഇത്രയുള്ള സംശയം നിനക്ക്? പിന്നെ ഒരെണ്ണമുണ്ട്. ഏതാണ്? സംശയമല്ല, ഒരു റിക്വസ്റ്റാ. ഏതാണ്? സാറിന്റെ കൂടെ ഈ പാട്ട് നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ ഒരു 2 വരി പാടാൻ. ഒരുമിച്ച് പാടാൻ? അങ്ങോട്ടും ഇങ്ങോട്ടും. അവന് പാടാൻ സൗകര്യം വേണമല്ലോ. ഞാൻ പാടാൻ മോഹൻ തിരിച്ച് പാടിക്കും. നിലാവിന്റെ നീലഭസ്മ
കുറിയണിഞ്ഞവളേ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കുറിയണിഞ്ഞവളേ. കുറിയണിഞ്ഞവളേ. കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ. കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ. ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ. രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ. കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ. കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ. തോപ്പം തോപ്പം പാടി. നമ്മൾ തോപ്പം തോപ്പം പാടി. സന്തോഷമായോ? അപ്പൊ പിഷുവിന്റെ അടുത്ത് ഇനി ഒന്നും ചോദിക്കാനില്ലല്ലോ. ഇല്ല, ഞാൻ വിചാരിച്ചു ഏതൊക്കെ വലിയ ചോദ്യം. പിഷു Sir, എനിക്കൊരു കാര്യം പേടിച്ചിരിക്കാൻ. ചോദിക്കാനുണ്ട്. എന്താ ചോദിച്ചോളൂ. പിഷാരടി ചേട്ടൻ സ്പെയിനിൽ പോയിട്ടുണ്ടോ? ഇല്ല സർ, പഠിച്ചില്ല, അതായിരിക്കും നാക്ക് കൊടുക്കുന്നുണ്ട്. പിഷാരടി ചേട്ടൻ സ്പെയിനിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. സ്പാനിഷ് അറിയോ? സ്പാനിഷ് അത്യാവശ്യം അറിയാം. ഓക്കെ സർ, അങ്ങനെയാണെങ്കിൽ ശ്രീഭുവനെയും ഞങ്ങളെല്ലാരും ഒന്ന് സ്പാനിഷിൽ വിഷ് ചെയ്യാവോ? പിന്നെന്താ? ഓക്കെ. എനിക്ക് സ്പാനിഷ് അറിയാത്തോണ്ട് കുഴപ്പമില്ല. അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഫ്രഞ്ച് അറിയോ? എന്നാല് ശ്രീഭുവൻ അറിയോ ഫ്രഞ്ച്? എനിക്കറിയില്ല. ശ്രീഭുവന് മലയാളം അല്ലാത്ത എന്ത് ഭാഷയാണ് അറിയാൻ പറ്റുന്നത്? എന്റെ ഹോംലി ലാംഗ്വേജ് കന്നഡയാ. കന്നഡ. കന്നഡ. കന്നഡയാണോ? അപ്പൊ നിനക്ക് തുളു അറിയായിരിക്കുമല്ലോ. കന്നഡയില് തുളു ബ്രാഹ്മണല്ലേ? തുളു ബ്രാഹ്മണല്ല. അല്ല. ശരി, കന്നഡയിലൊന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ. എന്റെ പേര് ഞാൻ ചോദിക്കാം. ശരി, ജയേട്ടനോടൊന്ന് എന്താ പേരെന്ന് ചോദിച്ചേ. ನಿನ್ನ ಹೆಸರಂತ್ರ? ಅಯ್ಯೋ, ನೀಕು ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ. ಮಾತಾಡಬೇಕು. ಬೇಬು ಬೇಬു സാഷ്ടാംഗ നമസ്കാരല്ലോ. അയ്യോ സാർ, ഇനി നമുക്ക് ടോപ്പ് സിംഗർ കന്നഡയിലും കൂടെ ആക്കേണ്ടി വരും തോന്നുന്നു. അതെ അതെ. അല്ലെങ്കിൽ ശ്രീഭുവന് കന്നഡ പാട്ടറിയോ? പോയ അറിയാ. നാല് പേര്. നായി മനക ബന്ധിതു. അത് പാട്ടിലോട്ട് പാടണം. എങ്ങനെയാണ് നായ്? അത് പോയോ? പോയമാണെങ്കിൽ അതിന് സംഭവമുണ്ട്. നായ് മനക ബന്ധിതു. മനക്ക് ബന്ധിതു. ಬಂದಿತು. 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 ಮನೆ ಒಳಗೆ ನುಂಗಿತು. ಮನೆ ಒಳದಿಗೆ ನುಂಗಿತು. ಒಳಗಿದೆ. ಮನೆ ಒಳಗಿದೆ. ನುಂಗಿತು. ನುಂಗಿತು. ಅಮ್ಮ ಮೆಲ್ಲೆ ಬಂದಳು. അമ്മ പതുക്കെ വന്നു അല്ലേ? മെല്ലെ ബന്ധു. എനിക്കറിയാം. അമ്മ മെല്ലെ ബന്ധു എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം. ആദ്യത്തെ വലിയ അർത്ഥം പറയാൻ പറ. ಒಂದು ಕೋಲು ತಂದಳು. ഒന്നിനെയും കോലിനെയും തന്നു. അടി തന്നതാണോ? അടി തന്നൊന്നുമല്ലോ. ಒಂದು ಕೋಲು ತಂದಳು. ഇത്രയും മതി മോനെ, എനിക്ക് എഴുതി തളർന്നു ഞാൻ. അപ്പൊ ഇത് മോൻ ഒരു രാഗത്തിൽ ഒരു കവിത പോലെ പാടിക്ക്. നായി മനക് ബന്ധിതു. ನಾಯಿ ಮನಗ ಬಂದಿದು. ಮನವೊಳಗಿದೆ ನುಂಗಿದು. ಮನವೊಳಗಿದೆ ನುಂಗಿದು. ಅಮ್ಮ ಮೆಲ್ಲೆ ಬಂದಳು. ಅಮ್ಮ ಮೆಲ್ಲೆ ಬಂದಳು. 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 ಮಗಾರಿ ಬಂದಳು. ಒಂದು ಕೋಲು ತಂದಳು. ಒಂದು ಕೋಲು ತಂದಳು. ഇനി ഞാൻ പറഞ്ഞ ആദ്യം തൊട്ട് പാട്. ನಾಯಿ ಮನಗ ಬಂದಿತು.
ಮನೆಗೆ ಒಳಗಿದೆ ನುಂಗಿದು ಅಮ್ಮ ಮೆಲ್ಲೆ ಬಂದಳು ಒಂದು ಕೋಲು ತಂದಳು. ശ്രീമാരേട്ടന് മാത്രമല്ല കന്നഡ അറിയാം, എനിക്കും അറിയാം കന്നഡ. ഞാൻ പാടും. റെഡി? കൃഷ്ണ നീ ബേക്കന്നേ ബാരോ. കന്നഡയല്ലേ? കന്നഡ. ಎರಡು ಬೆಟ್ಟು ಕೊಳ್ಪೆ. ഓക്കെ, എന്താണ്? 2 തല്ല് കിട്ടും. സൂപ്പർ. എല്ലാവർക്കും കന്നഡ അറിയാം, എനിക്ക് മാത്രം അറിയാത്തോളൂ. എസ്തർ മാത്രം കന്നഡയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. എനിക്ക് കന്നഡ അറിയില്ല. എന്തെങ്കിലും പറഞ്ഞാടാ. ഊട്ട ആയിത്ത ഉടായ്പ കാണിക്കുന്നവരെ ഊട്ടായത്തു വെച്ചാൽ ചോറുണ്ടു. ചോറുണ്ടോന്നാണ് എന്നോട് ചോദിച്ചത്. ഊട്ടായത്താന്ന് വെച്ചാൽ ചോറുണ്ടോന്ന്. അപ്പൊ ഊട്ടായത്തു. ഓക്കെ. ഇനി മാറ്റിക്കോ, അല്ലെങ്കിൽ ആൾക്കാർ വേറെ കന്നഡ ചാനലാന്നോർത്തിട്ട് പോകും. അപ്പം നമ്മളെല്ലാരും കൂടെ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഗ്രേഡ് ഉണ്ട്. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ ചേട്ടാ. പറയട്ടെ സിത്തു? പിഷു ഉറപ്പായിട്ടും മീശ കാണുമ്പോ എനിക്ക് പേടിയാവും. പിഷു ഒരു സാത്വികനായ മനുഷ്യൻ ഇത്രയും വലിയ മീശ വെക്കണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല. ഞാന് മോനൊരു A+ ഗ്രേഡ്. ചേട്ടാ ഞാൻ ഹാപ്പി അല്ല, എനിക്ക് അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. A+ ശരിയാവില്ല. അതിന് കാരണമുണ്ട്. എന്താ സോക്സ് ഇടാത്ത? പ്രശ്നമായി ശ്രീഭുവ. സോക്സ് ഇടാത്തവരെ ആരാ പറഞ്ഞ? പിന്നെ ആ ബനിയനിൽ എന്താ എഴുതിയിരിക്കുന്നത്? മ്യൂസിക്. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് പ്ലസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതാണ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മ്യൂസിക് എന്ന് അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ശ്രീഭുവന് A ടോപ്പ് തരണമെന്നാണ് എന്റെ ആഗ്രഹം. Congratulations, Sribuvan is awarded A top for this song. താങ്ക് യു സർ. ഓർഡർ. അപ്പോൾ സമയമായി ക്യൂട്ടി ബെസ്റ്റ് പെർഫോമറിനെ അറിയാൻ നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിച്ചു നോക്കാം. ജഡ്ജസ്, ക്യൂട്ടി ബെസ്റ്റ് പെർഫോമർ ആരാണ്? The cutie best performer of the day, നമ്മുടെ പ്രിയപ്പെട്ട ആദിത്യ. ആദിത്യൻ, ഇന്ന് ആരാണ്? ഞാനാണ്. ഞാനല്ല, ഇന്ന് ബെസ്റ്റ് പെർഫോമർ ആയില്ല. എത്രാമത്തെ തവണയാണ് ബെസ്റ്റ് പെർഫോമർ കിട്ടുന്നത്? 4ാമത്തെ തവണ. know